എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ നടത്താൻ പോകുന്ന പുതിയൊരു തട്ടിപ്പിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പുറത്തുവിട്ട ഒരു വാർത്തയാണ്. ഇനി മുതൽ 800 രൂപയ്ക്ക് മുകളിലുള്ള മദ്യക്കുപ്പികൾ ചില്ല് കുപ്പിയായിരിക്കും, അതേപോലെ തന്നെ 800 താഴെയുള്ളവ പ്ലാസ്റ്റിക് കുപ്പികളായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് ഈ കാണുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്കാർക്ക് ചില്ല് കുപ്പിയും സാധാരണക്കാർക്ക് പ്ലാസ്റ്റിക് കുപ്പിയും എന്ന് നമുക്ക് ഇതിനെ വേർതിരിക്കാം. ഇതിൽ തട്ടിപ്പ് എന്താണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം വാങ്ങിക്കുന്ന സാധാരണക്കാരൻ മദ്യത്തിന്റെ വിലയ്ക്ക് പുറമെ ഒരു കുപ്പിക്ക് 20 രൂപ എന്ന നിലയ്ക്ക് ഇതിൽ ഡെപ്പോസിറ്റ് നൽകിയാൽ മാത്രമേ ഇനി നമുക്ക് ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം കിട്ടുള്ളൂ. ഈ വാങ്ങിച്ച കുപ്പി ഉപയോഗത്തിന് ശേഷം അതിലുള്ള ലേബൽ പോലും പറിച്ചു കളയാതെ നമ്മൾ ബിവറേജ് കോർപ്പറേഷന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ 20 രൂപ തിരിച്ചു തരുന്നതാണ് ഇവർ പറയുന്നത്. ഈ ബിവറേജ് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയുക, ഒളിച്ചും പാത്തും അല്ലെങ്കിൽ തലയിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഭൂരിഭാഗം പേരും മദ്യം വാങ്ങിക്കാനേ പോകുന്നത്. അങ്ങനെ പോകുന്ന ആൾക്കാർ ആരെങ്കിലും ഈ 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് കാലിക്കുപ്പിയായിട്ട് അവിടെ ചെല്ലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ടാണ്, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാനാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഒരു മണ്ണാങ്കട്ടയല്ല, ഇതിന്റെ പുറകിലുള്ള സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലൊരു ബിവറേജ് ഔട്ട്ലെറ്റിൽ ശരാശരി ഒരു 1000 പേര് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിലൊരു 500 പേര് ഈ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി വാങ്ങിക്കഴിഞ്ഞാൽ 500 പേരിൽ നിന്ന് 20 രൂപ വെച്ച് കളക്ട് ചെയ്താൽ ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ആലോചിക്കണേ, അത് ഒരു ബിവറേജ് ഔട്ട്ലെറ്റിന്റെ കളക്ഷനാണ് ഒരു ദിവസത്തെ. ഈ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ 10,000 രൂപ. ChatGPTയുടെ കണക്ക് പ്രകാരം നമ്മുടെ കേരളത്തിൽ മൊത്തം 346 ബിവറേജസ് ഔട്ട്ലെറ്റ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 346 ഔട്ട്ലെറ്റിലും കൂടെ ഒരു ദിവസം 10,000 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ ഏകദേശം 34 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ അനധികൃതമായിട്ടുള്ള ഈ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാസത്തേക്കൊന്ന് കണക്കാക്കി നോക്കി, ഏകദേശം 10 കോടി രൂപയോളം വരുന്നുണ്ട് ഈ തുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്കൊന്ന് ചിന്തിച്ചു നോക്കി, ഏകദേശം 120 കോടി രൂപ ചുമ്മാ അങ്ങോട്ട് വെറുതെ ഇരുന്ന നാട്ടുകാരെ അങ്ങോട്ട് പറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം. ഇനി നിങ്ങൾ തീരുമാനിക്കും, ഇത് പ്ലാസ്റ്റിക് നിരോധിക്കാനുള്ള സ്നേഹമാണോ അതോ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ? ഒന്നാമത് ഇന്ത്യയിൽ തന്നെ മദ്യത്തിന് ഏറ്റവും വില കൂടിയ സ്റ്റേറ്റാണ് കേരളം. എന്നിട്ട് ഇവർക്ക് വരുമാനം തികയുന്നില്ലെങ്കിൽ നിങ്ങൾ മദ്യം വിൽക്കുന്നതോടൊപ്പം മദ്യത്തിന്റെ കൂടെ തന്നെ അപ്പുറത്തൊരു സ്റ്റോർ പോലെ തുറന്നിട്ട് സോഡ, വെള്ളം, ഗ്ലാസ്, അച്ചാറ് എന്നുള്ള സംഭവങ്ങളൊക്കെ വിൽക്ക്. വരുമാനം ആ വഴിക്കും കുറച്ചും കൂടി വരട്ടെ. എന്നാലും എന്റെ പൊന്ന് മന്ത്രി സാറേ, ഇതിലും വേറെ കമ്പാരെടുത്ത് കക്കാറൊക്കെയായിരുന്നു. അവരുടെയൊക്കെ ഒരു പ്രകൃതി സ്നേഹം